നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എലത്തൂർ സ്വദേശിയായ സൈനികനെ പൂനെയിൽ നിന്നും കാണാതായ സംഭവത്തിൽ പുറത്തുവരുന്നത് നിർണായക വിവരങ്ങൾ. പൂനെയിലെത്തിയ അന്വേഷണ സംഘം സൈനിക ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തു. 20 ദിവസത്തെ അവധിക്കായി ക്യാമ്പിൽ നിന്നും വിഷ്ണു പോയിരുന്നതായി പൂനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദ്യോഗസ്ഥർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വിഷ്ണുവിന് ക്യാമ്പിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും അന്വേഷണ സംഘത്തെ സൈന്യം അറിയിച്ചു. എലത്തൂർ SI മുഹമ്മദ് സിയാദിനാണ് 4-അംഗ അന്വേഷണ സംഘത്തിന്റെ ചുമതല. പൂനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സൈനിക ഉദ്യോഗസ്ഥനാണ് വിഷ്ണു. ഈ മാസം 17 മുതലാണ് വിഷ്ണുവിനെ കാണാനില്ല എന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത്. അവധിക്ക് നാട്ടിലേക്ക് വരികയാണ് എന്ന് ബന്ധുക്കളെ അറിയിച്ച വിഷ്ണു 17 പുലർച്ചെ 2:20 കണ്ണൂരിലെത്തിയെന്ന് അമ്മയ്ക്ക് ശബ്ദ സന്ദേശം അയച്ചിരുന്നു. എന്നാൽ ഈ ശബ്ദ സന്ദേശം അയക്കുമ്പോൾ വിഷ്ണുവിന്റെ മൊബൈൽ ഫോൺ ശേഖരിച്ചപ്പോൾ അവസാന ടവർ ലൊക്കേഷൻ കണ്ണൂരിലെന്നതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. പൂനെയിലെത്തിയ അന്വേഷണ സംഘം ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്തി. അടുത്ത മാസം 5 വരെയാണ് വിഷ്ണു അവധിക്ക് അപേക്ഷിച്ചത് എന്ന് സൈനിക ഉദ്യോഗസ്ഥർ പോലീസിനെ അറിയിച്ചു. അവധി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിഷ്ണു 16 തന്നെ ക്യാമ്പിൽ നിന്നും പോയിട്ടുണ്ടെന്നും സൈനികർ മൊഴി നൽകി. സൈനികന്റെ നാട്ടിലേക്കുള്ള യാത്രയിലാണ് കാണാതായത് എന്നാണ് സംശയിക്കുന്നത്. ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് മുൻപായി വിഷ്ണുവിന് വന്ന ഫോൺ സന്ദേശങ്ങളും ഫോൺ കോളുകളും അതിനുള്ള വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. വിഷ്ണുവിന്റെ അവസാന ടവർ ലൊക്കേഷൻ പൂനെയിലെ ലോണാവാലയിലാണ് എന്ന് കണ്ടെത്തി. അതോടെ അന്വേഷണ സംഘം പൂനെയിലേക്ക് തിരിച്ചത്. ATM കാർഡിൽ നിന്നും വിഷ്ണു 15,000 രൂപ പിൻവലിച്ചതായി കണ്ടെത്തിയിരുന്നു. ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച വിവരവും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. അന്വേഷണ സംഘം പൂനെയിൽ തുടരുകയാണ്. സംഭവത്തിൽ സൈന്യം പ്രത്യേക അന്വേഷണം നടത്തുന്നുണ്ട്. സൈബർ വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. അടുത്ത മാസം വിവാഹിതനാകാനിരിക്കെയാണ് ബോക്സിംഗ് താരം കൂടിയായ വിഷ്ണുവിനെ പൂനെയിൽ നിന്നും കാണാതായത്.